സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിന്റെ ഒരുപാട് മേഖലകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സന്തോഷത്തിന്റെ സൽവഴികളിലൂടെ കടന്നു പോകുന്ന പാഠങ്ങളെപ്പറ്റി അള്ളാന്റെ പ്രവാചകർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മദീനത്തിന്റെ മണിമുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, പ്രിയപ്പെട്ട സ്വഹാബാ, ജീവിതത്തിൽ ഒരുപാട് മാർഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങളുടെ മക്കളുടെ ഉയർച്ചയിൽ, നിങ്ങളുടെ മക്കളുടെ സ്വഭാവങ്ങളിൽ, നിങ്ങളുടെ മക്കളുടെ ഓരോ കാര്യങ്ങളിലും നന്മയായ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിനെന്ത് വേണമെന്നറിയോ? അജബൻ അജബാ, ഏറ്റവും നല്ല ഉദാത്തമായ മാർഗമാണ് വേണ്ടുന്നത്. ഏറ്റവും നല്ല സന്തോഷമുള്ള മാർഗമാണ് വേണ്ടുന്നത്. അജബൻ അജബാ, മക്കളെ സംബന്ധിച്ചിടത്തോളം ആ മക്കള് നല്ലവരായി മാറണോ, നല്ല ബുദ്ധിയുള്ള, തന്റെ ഇടമുള്ള, ഇസ്സത്തുള്ള മക്കളായി മാറണോ. സന്ധ്യ സമയമാകുമ്പോ വീടിന്റെ അകത്തട്ടിലുള്ള ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, വീടിന്റെ ഉള്ളിലുള്ള ഉമ്മമാര് പ്രത്യേകം മക്കൾക്ക് വേണ്ടി ഓതിക്കൊടുക്കണം, മക്കളെ കൊണ്ട് ഓതിപ്പിക്കണം. റബ്ബിശ്റഹ് ലീ സ്വദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മക്കൾക്ക് ഉമ്മമാർ ഓതിക്കൊടുക്കണം, മക്കളെ കൊണ്ട് ഉമ്മമാര് ചൊല്ലിപ്പിക്കണം. ജീവിതത്തിൽ മക്കൾക്ക് ഉപയോഗപ്പെടുന്ന ഏറ്റവും നല്ല കാര്യമാണ് റബ്ബിശ്റഹ് ലീ സ്വദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അത്ഭുതകരമായിട്ടുള്ള ഒന്നാണ്. അല്ലാഹുവേ, മകനിക്ക് നല്ല ബുദ്ധി കൊടുക്കണം. അവൻ സ്കൂളിൽ പഠിക്കുന്നവനാണ്, അവൻ മദ്രസയിൽ പോകുന്നവനാണ്, അവൻ പരിശുദ്ധമായ വിദ്യാഭ്യാസങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നവനാണ്. അതുകൊണ്ട് അവനെ സ്വർഗത്തിന്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ, അവനെ നല്ലവനാക്കി മാറ്റുവാൻ, സന്തോഷമുള്ള വഴികളിലൂടെ എന്റെ കുട്ടിയെ നടത്താൻ, അവന്റെ നാവിന് നല്ല കൂവത്ത് കൊടുക്കാൻ നീ സന്തോഷം നിറക്കണേ അല്ലാ. അവന്റെ നാവിന് നല്ല പവർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലം കിട്ടും. നമ്മൾ ഈ ഒരൊറ്റ ദുആ നമ്മൾ ചൊല്ലിയാൽ മതി. 3ലും 4ലും 5ലും 6ലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, അവർ നല്ല ബുദ്ധിയുള്ള, നല്ല തന്റേടമുള്ള മക്കളാകാൻ വേണ്ടി വേറൊന്നും വേണ്ട. റബ്ബിശ്റഹ് ലീ സ്വദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട്, ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അതുകൊണ്ട് ഉമ്മയും മക്കളുമായിട്ട് എപ്പോഴും കഴിഞ്ഞുകൂടുമ്പോ ഈ വരായത്തോത് നിങ്ങളുടെ മക്കൾക്ക് മന്ത്രിച്ചു കൊടുക്കുന്ന നല്ലതാണ്. രണ്ടാമത്തത്, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തുൽ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ്. ഈ വരായത്തോതിയിട്ടാണ് മക്കളെ സ്കൂളിൽ വിടുന്നതെങ്കിലോ അവർക്കൊരു അപകടങ്ങളില്ല, അവർക്കൊരു ആക്സിഡന്റ് ഇല്ല. കാരണം എന്തെന്നറിയോ? അവരുടെ സകലമായ കാര്യങ്ങളും അല്ലാഹുവാണ് ഏറ്റെടുക്കുന്നത്. അവരുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു അങ്ങ് ഏറ്റെടുക്കാൻ. പിന്നീട് അവർക്ക് വേദനകളില്ല, പിന്നീട് അവർക്ക് സങ്കടങ്ങളില്ല. റഹ്മത്തിന്റെ കവാടമാണ്, അത്ഭുതം നിറഞ്ഞതാണ്, പൂനിലാവിൽ ചന്തമോതി വന്ന നബിയാണ്. അത്ഭുത പൂമരങ്ങൾ കണ്ടിരുന്നാൽ സ്നേഹക്കുടിലാണ്. അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മഹാത്ഭുതങ്ങളാണ് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ.
അത്ഭുതങ്ങളുടെ കലവറയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഓരോ ആയത്തുകളും. അത് വേണ്ടുന്ന കോലത്തിൽ അതെന്റെ മക്കൾക്ക് ബലിക്കണമെന്നുള്ള ചിന്ത ഉണ്ടാകണം. ഞാൻ ഇത് ഓതിക്കൊടുക്കുമ്പോ അല്ലെങ്കിൽ എന്റെ മക്കള് ഞാൻ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ വരണമെന്നൊരു ചിന്ത ഉണ്ടാവുക. അവിടെയാ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്, അവിടെയാ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്, അവിടെയാണ് സന്തോഷത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാന്റെ പ്രവാചകർ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ആയത്തുകളാണ് സ്വഹാബത്തിന്. റബ്ബിശ്റഹ്ലി സ്വദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അത്ഭുതങ്ങളുടെ കലവറയാണ് ഈ ആയത്ത്, അത്ഭുതങ്ങളുടെ സ്വാന്തനമാണ് ഈ ആയത്ത്. പുന്നാര മക്കളുടെ ബുദ്ധി വർദ്ധിക്കാനും നാവിന്റെ കെട്ടുമാറാനും വിക്കൽ പോലുള്ള അസുഖങ്ങൾ മാറാനും ഇത് അത്ഭുതങ്ങളുടെ കലവറയാണ്. അതുകൊണ്ട് നല്ല മനസ്സും നല്ല നീയത്തും നിങ്ങളുടെ ഖൽബിൽ കൊണ്ടുവന്ന് നിങ്ങൾ ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് ഒരുപാട് പ്രതിഫലം തരുന്നതാണ്, ഒരുപാട് സന്തോഷം തരുന്നതാണ്. ആ മക്കളാണ് നിങ്ങളെ അനുസരിക്കുന്നത്, ആ മക്കളാണ് നിങ്ങളുടെ വഴികളിലൂടെ കടന്നു വരുന്നത്, ആ മക്കളാണ് സാന്ത്വനത്തിന്റെ സൗഭാഗ്യത്തിന്റെ സൽസരണിയിലൂടെ കടന്നു വരുന്നത്. ഉമ്മായ ഉമ്മാന്നറിയുന്നത്, ബാപ്പയെ ബാപ്പയെന്നറിയുന്നത്, പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെന്നറിയുന്നത്. പ്രിയമുള്ളവരെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ മക്കൾ നന്നാകൂല. മക്കളെ പറഞ്ഞു വിടുമ്പോ എല്ലാ ഉമ്മയും ബാപ്പയും ആഗ്രഹിക്കുന്ന പടച്ചോനെ അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ സന്തോഷത്തിലാക്കണേ അല്ലാ. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വളരെ അത്ഭുതമുള്ള ഒരായത്താണ്. പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ മക്കളൊക്കെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ എത്രയോ മക്കൾ പോയിട്ട് നമ്മൾ പോലും അറിയാത്ത വഴികളിൽ നമ്മുടെ പുന്നാര മക്കളുടെ മയ്യത്ത് കാണേണ്ടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കൊരു വേദന വരാതിരിക്കാൻ, നമ്മുടെ മക്കൾക്കൊരു സങ്കടം വരാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അപ്പൊ ഏതായാലും നമ്മുടെ മക്കളെ നമ്മൾ നല്ല മാർഗത്തിലൂടെ കൊണ്ടുവരിക. ആ നല്ല മക്കളെ നമുക്ക് നല്ലവരാക്കി മാറ്റാൻ പറ്റും. നല്ല വഴികളിലൂടെ നമ്മുടെ പൊന്നുമക്കളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ മക്കളുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് തരും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് ഓതിക്കൊടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹ് ഈ മജ്ലിസിൽ സംഗമിച്ച എല്ലാവരെയും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു തആല ഈ വീട്ടിൽ നൽകി അനുഗ്രഹിക്കട്ടെ. കമന്റിട്ട മുഴുവൻ സഹോദരങ്ങളുടെ ജീവിതത്തിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകട്ടെ. വൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. اللهم أنت ولينا في الدنيا والآخرة توفنا مسلما والحقنا بالصالحين. اللهم اجعلنا من الذاكرين، اللهم اجعلنا من العاملين، اللهم اجعلنا من الشاهدين، اللهم اجعلنا من المتقين يا رب العالمين.
അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടലിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളെല്ലാം നീ കബൂലാക്കി തരണേ അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ തന്ന പരീക്ഷണങ്ങളിലേക്ക് ഞങ്ങളെ വലിച്ചെറിയല്ല തമ്പുരാനെ. അല്ലാഹുവേ ഖൈറായ വഴികൾ ഞങ്ങൾക്ക് നൽകണേ സന്തോഷമുള്ള ജീവിതം നൽകണേ പടച്ചവനെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ പവിത്രമായ സ്വർഗത്തിന്റെ ആനുകൂല്യത്തിലൂടെ കടന്നു പോകുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതം വല്ലാതെ സങ്കടത്തിലായി പട്ടിണിയായി പോകുന്നവരവസ്ഥ വെക്കല്ല റബ്ബേ. അങ്ങനത്തെ ജീവിതം വെക്കല്ല റബ്ബേ. മക്കളെ കൊണ്ട് ഹോസ്പിറ്റലുകളുടെ ഉള്ളിൽ കയറി ഇറങ്ങുന്ന ഒരു രോഗം തന്നിട്ട് ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ല ഞങ്ങളാരെയും നീ സങ്കടത്തിലാക്കല്ലേ അല്ലാഹുവേ. കരുണക്കടലായ തമ്പുരാനെ, കാരുണ്യവാനായ നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ നിന്റെ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ ഞങ്ങൾ സാധുക്കളാണ് തമ്പുരാനെ. അല്ലാഹുവേ നീറുന്ന നൂറ് പ്രയാസങ്ങൾ ഞങ്ങളുടെ ഖൽബിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുണ്ട് റബ്ബേ. നീ എല്ലാം പരിഹരിച്ച് തരണേ തമ്പുരാനെ. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ നീ ഞങ്ങളെ ഖായിബാക്കല്ല നീ ഞങ്ങളെ സങ്കടത്തിലാക്കല്ല റബ്ബേ. നീ ഞങ്ങളെ ദുഃഖത്തിൽ ആഴ്ത്തല്ലേ اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم.